സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് യൂത്ത് കമ്മീഷൻ. ശുപാർശകളും നിർദ്ദേശങ്ങളും തയ്യാറാക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കും. യൂത്ത് കമ്മീഷൻ ലഭിക്കുന്നതിലേറെയും സ്വാശ്രയ മേഖലയിൽ നിന്നുള്ള പരാതികളാണെന്ന് യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോം വ്യക്തമാക്കി. കമ്മീഷൻ ലഭിച്ചതിലേറെയും സ്വാശ്രയ മേഖലയിൽ നിന്നുള്ള പരാതികളാണ്. നിലവിൽ 7 ജില്ലകളിലെ സിറ്റിംഗ് പൂർത്തിയായി. മാർച്ച് 30-ന് ശേഷം ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് സ്വാശ്രയ മേഖലയിൽ നടപ്പാക്കേണ്ട പരിഷ്കരണ നടപടികളുടെ ശുപാർശകളും നിർദ്ദേശങ്ങളും തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്നും യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോം വ്യക്തമാക്കി. അദാലത്തുകളിൽ നിന്നും വരുന്ന സ്വാശ്രയ മേഖലകളിലെ പരാതികളുടെ മുഴുവൻ അടിസ്ഥാനത്തിൽ ഈ മേഖലയെ മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് സർക്കാരിന്റെ ജാഗ്രത വേണ്ടത്, ഇതിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥി പ്രതിനിധികളും അടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ അഭിപ്രായം കൂടി തേടി കമ്മീഷൻ സർക്കാരിലേക്ക് ശുപാർശ നൽകും. മറ്റകര ടോംസ് കോളേജിനെതിരെ നിരവധി പരാതികളാണ് കോട്ടയത്തെ സിറ്റിംഗിൽ യൂത്ത് കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന് വിദ്യാർത്ഥികൾ നൽകിയത്. നിയമലംഘനവും കൊടിയ വിദ്യാർത്ഥി പീഡനവും നടത്തി കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നതിൽ അത്ഭുതം പ്രകടിപ്പിച്ച യൂത്ത് കമ്മീഷൻ കോളേജിന്റെ ഹോസ്റ്റൽ മുറികൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമാനമാണെന്നും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.